ഞാൻ കൃത്യമായി എൻ്റെ അടുത്ത് മാനസികമായ സമ്മർദ്ദം കൊണ്ട് വരുന്ന ആളുകളെ കൃത്യമായി സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞു വിടുന്ന ഒരു ആസ്ട്രോളജറാണ്. ഒരു കൗൺസിലിംഗ് ഈ പൊരുത്തം നോക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ജ്യോതിഷത്തിൽ. ഈ പൊരുത്തം 10 എണ്ണം ഉത്തമമായാൽ ഒരു ദാമ്പത്യ ജീവിതവും ഇവിടെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകത്തേയില്ല. അതൊരു വിശ്വാസമാണ്, ഒരു കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളതാണ്. ഞാൻ പൊരുത്തം നോക്കിയിട്ട് കൃത്യമായി പറയും, നിങ്ങൾ പോയി അവരെ പറ്റി അന്വേഷിച്ചോണം, കൃത്യമായി അന്വേഷിച്ചോണം. നല്ലവരാണോ മോശമാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കാവൂ. ഞാൻ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ ഒരു കാരണവശാലും ഈ വിവാഹത്തിലേക്ക് പോകരുത് എന്ന് കൃത്യമായി പറയും. ഈ പൊരുത്തം എന്ന് പറയുന്നത് ഒരു വിശ്വാസമായിട്ട് എടുത്താൽ മതി. അല്ലാതെ ഈ പൊരുത്തം നോക്കിയാൽ ഇതെല്ലാം. പക്ഷെ ജ്യോത്സ്യൻ അവിടെ ഏറ്റവും വലിയ കർമ്മം ചെയ്യാനുള്ളത് എന്താണെന്നറിയോ? സംസാരിക്കാൻ. ഇവരോട് രണ്ടുപേരോടും പറയാം, നിങ്ങൾ ജീവിതം ഇങ്ങനെയൊക്കെയാണ്, പരസ്പരം മനസ്സിലാക്കലുകളാണ് ജീവിതം. ഏറ്റവും കൂടുതൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കൂടുതൽ ഈ മനസ്സിലാക്കലുകൾ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് കൂട്ടുകുടുംബം കൂടുതൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പലപ്പോഴും എല്ലാവരുടെ ഇടപെടലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാതെ വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഈ ആസ്ട്രോളജറെ സംബന്ധിച്ചുണ്ട്. അവർക്ക് അതോ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതൊരു ഗുണകരമായ പാഠമാണ്. അതിനെ കൗൺസിലിംഗ് എന്ന് വേണേൽ അങ്ങനെ വിളിക്കാം, അല്ലാതെ ഉപദേശം എന്ന് വേണേൽ അങ്ങനെ വിളിക്കാം. എന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തന്നെയല്ലേ. നെഗറ്റീവ് ഫീഡ്ബാക്സുമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് ഹരിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരുപാട് ആളുകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നിയ ഒരു സംഭവമുണ്ട്. ഒരു കുട്ടി അവർ ഭാര്യയും ഭർത്താവോട് വന്നപ്പോൾ അവർക്ക് ഭയങ്കര മാനസികമായ ടെൻഷനും സമ്മർദ്ദവും, ഇവർക്ക് ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ, ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവർ തമ്മിൽ വിഷയങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, കൗൺസിലിംഗ് നല്ലതാണ്, നിങ്ങളൊരു ആരെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണേൽ പോയി കണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ നമ്പറും കൊടുത്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 1.5 വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇവരെന്നോട് വന്നിട്ട് ഈ കുട്ടി അപ്പം വളരെ കാര്യമായിട്ട് സംസാരിച്ചില്ല. കഴിഞ്ഞ് കുട്ടി പോകാതെ പറയാ, ചേട്ടനെ അന്ന് സൈക്കോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വഴക്കുണ്ടാവുമ്പോൾ എന്നോട് പറയും, ഹരിച്ചേട്ടൻ പറഞ്ഞു നിനക്ക് മാനസികരവും അത് പറഞ്ഞത് പറയുന്നത്. അപ്പോ തമാശയായിട്ട് പറയുന്നത് പോലും. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവരൊരു വിശ്വാസി, പ്രത്യേകിച്ച് ഒരു വിശ്വാസിയായ ഒരാൾ ഇതേതറ്റം വരെയും ചിന്തിച്ചെടുക്കും. അതുകൊണ്ട് അതിനുശേഷം ഞാൻ പഠിച്ചൊരു പാഠം, വളരെ കുറച്ചുകൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കണം. ഈ തമാശകൾ പറയുന്നത് പോലും ചിലപ്പോൾ അവർ വീട്ടിൽ ചെന്നിട്ട് അവരുടേതായ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. ഈ ആസ്ട്രോളജിയുടെ ഒരു ലീഗാലിറ്റി എന്താണ്? അതായത് ഇപ്പം ആസ്ട്രോളജേഴ്സ് ഒരു അസോസിയേഷൻ ഉണ്ടോ, അതിൽ അവിടെ രജിസ്ട്രേഷൻസ് ഉണ്ടോ? കാരണം ഇതിപ്പോൾ പലരും ഒരു ബോർഡ് വെച്ച് ആസ്ട്രോളജി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതേപോലെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പല ചൂഷണങ്ങളും പലരും വിധേയരാകുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ലീഗാലിറ്റി എങ്ങനെയാണ്? ഒരു അസോസിയേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അസോസിയേഷൻസ് ഒക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. ഞാനതിലൊന്നും എന്റെ ആരും മെമ്പർ ആകത്തില്ല, എന്നെ ഇവർക്ക് അത്ര അടുത്തുള്ള ആളല്ലാത്തതുകൊണ്ട് ഒത്തിരി അസോസിയേഷൻസ് ഉണ്ട്. വളരെ ശരിയാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ലീഗാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഈ ക്ഷേത്രവും ആചാരങ്ങളും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട്